ഹലോ ട്രേഡേഴ്സ്. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് 135 പോയിന്റ് ഗ്യാപ്പ് അപ്പിലായിരുന്നു. മോർണിംഗിൽ തന്നെ ചില ഇൻഡിക്കേഷൻസ് ഉണ്ടായിരുന്നു ഇന്ന് കൺസോളിഡേഷനുള്ള സാധ്യതയുണ്ട്, മൊമെൻറ്റം ഡെഡ് ആവും എന്നുള്ളത്. ഏകദേശം അതേപോലെ തന്നെ ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. പക്ഷേ ഒരു പി എടുത്തത് സ്റ്റോപ്പ് ലോസ് അടിച്ചതുകൊണ്ട് തന്നെ ഇന്നത്തെ ട്രേഡ് സിംഗിൾ ട്രേഡിൽ തന്നെ അവസാനിപ്പിച്ചു. ഇന്ന് ഏകദേശം സെക്കൻഡ് സെക്ഷൻ വരെ മാർക്കറ്റ് പക്ക കൺസോളിഡേഷൻ ആയിരുന്നു. അതായത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലായിരുന്നു മാർക്കറ്റ് നിന്നിരുന്നത്. ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിൽ, 15 മിനിറ്റ്സിൻ്റെ ഫസ്റ്റ് ക്യാൻഡിലാണ്. അതിൻ്റെ ഹൈയും ലോയും ഞാൻ മാർക്ക് ചെയ്തു. ഇവിടെ മാർക്കറ്റ് നല്ലൊരു കൺസോളിഡേഷനിൽ നിന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് അവിടുന്ന് ഒരു വലിയൊരു ബൂം ഉണ്ടായി. മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിട്ട് 24,856 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തുകയുണ്ടായി. ഇന്നത്തെ ക്ലോസിംഗ് വെച്ചിട്ട് 24,939 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് നാളെ വരണം. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഫോൾ ഉണ്ടാവുന്നത്. മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് കയറിയിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു വളരെ സ്റ്റീപ്പായിട്ടുള്ള, ഇപ്പം ഡേ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിനെ നോക്കുന്ന സമയത്ത് സ്റ്റീപ്പായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് താഴോട്ടേക്കുള്ളത്. ഇവിടെ ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സ്വിങ് വന്നിരിക്കുന്നത്. ഇനി ഇത് അപ് ട്രെൻഡിലേക്ക് എപ്പോഴാണ് കയറുന്നത്? ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാതെ ഇതിനുള്ളിൽ അടുത്ത ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ഹൈ അല്ലെങ്കിൽ അടുത്തൊരു ഹൈ ഇനി എവിടെയാണോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അത് കട്ട് ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോവുക.